കോടികൾ ചെലവിട്ട് 26 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച പിണറായിക്കും പരിവാരങ്ങൾക്കും 26 ലക്ഷം രൂപയുടെ വികസനം പോലും കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും 10 കോടി ചെലവിട്ട് ലാഗോസിൽ പോയ വ്യവസായ മന്ത്രിക്ക് കാഴ്ചക്കാരനായി മടങ്ങേണ്ടി വന്നുവെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ.എം. ഷാജി. കാറമേലിൽ മുസ്ലിം ലീഗ് വെള്ളൂർ ശാഖ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളൂർ ശാഖ മുസ്ലിം ലീഗ് ഓഫീസ് CH സ്മാരക സൗധത്തിന്റെ ഉദ്ഘാടനം കാറമേലിൽ നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ.എം. ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. കോടികൾ ചിലവിട്ട് 26 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച പിണറായിക്കും പരിവാരങ്ങൾക്കും 26 ലക്ഷം രൂപയുടെ വികസനം പോലും കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും 10 കോടി ചിലവിട്ട് ലാഗോസിൽ പോയ വ്യവസായ മന്ത്രിക്ക് കാഴ്ചക്കാരനായി മടങ്ങേണ്ടി വന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ.എം. ഷാജി പറഞ്ഞു. തമിഴ്നാട്ടിൽ അവിടുത്തെ ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തി വാങ്ങാൻ അറിയാം, ആ നാട്ടിൽ വാങ്ങാൻ അറിയാം. പക്ഷെ കേരളത്തിൽ അതിന്റെ ആവശ്യമില്ല. എന്താ കാരണം? എന്തിനാ കേരളത്തിന് കൊടുക്കുന്നത്? കേരളത്തിൽ ഒരാളെ മാനേജ് ചെയ്താൽ മതി. ആരെയാണ്? അത് പിണറായി വിജയനെയാണ്. എന്തിനാ കേരളത്തിന് കൊടുക്കുന്നത്? പിണറായി വിജയനെയും വിജയന്റെ മക്കളെയും സംരക്ഷിക്കാം എന്ന ഒറ്റ ഉറപ്പ് കൊണ്ട് ഇയാളെ വരച്ച വരയിൽ നിർത്താമെന്ന് കേന്ദ്രത്തിന് അറിയാം. സ്റ്റാലിൻ പവർഫുൾ ആണ്, കർണാടക പവർഫുൾ ആണ്. അവർ സെൻട്രൽ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ അവർക്ക് കഴിയും. എന്നാൽ കേരളത്തിൽ പിണറായി വിജയനെ മാത്രം മാനേജ് ചെയ്താൽ മതി എന്ന് കേന്ദ്ര ഗവൺമെന്റിന് അറിയാം. 26 രാജ്യം വിസിറ്റ് ചെയ്തിട്ട് 26 ലക്ഷം രൂപയോടും കൂടി കിട്ടിയിട്ടില്ല. എന്നാൽ 26 ലോക രാജ്യങ്ങൾ കണ്ടതല്ലേ? ആ സ്വഭാവമെങ്കിലും ഒന്ന് നന്നാക്കിയാൽ മലയാളി രക്ഷപ്പെടില്ലായിരുന്നു. അതെങ്കിലും ഒന്ന് നന്നാക്കിയാൽ. ഇത്രയും നാടിന് നന്നാക്കിയിട്ടും നിങ്ങളെ ആ സ്വഭാവം ഒരു മൂലി സ്വഭാവം മാറിയിട്ടില്ലല്ലോ. ചടങ്ങിൽ TVP അബ്ദുൾ ഫത്താഹ് അധ്യക്ഷനായി. നവീകരിച്ച M. അബ്ദുള്ള സ്മാരക കോൺഫറൻസ് ഹാൾ ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വാർഡ് കൌൺസിലർമാരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. മുസ്തഫ പൊന്നമ്പാറ, TP അബ്ദുൾ ഖാദർ, മുഹമ്മദ് ഇക്ബാൽ, TVP മുഹമ്മദ് കുഞ്ഞി, ജിയാസ് വെള്ളൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.